അങ്ങനെ പോവുകയാണ്. എങ്ങോട്ടാണെന്നറിയോ? ദൈവമേ, പട്ടാളക്കാർ പിടിച്ചുകൊണ്ട് പോകുന്നല്ലോ കേട്ടോ. ഇത് സത്യം പറഞ്ഞാൽ CISF ക്യാൻറ്റീനാണ്. ഇപ്പോൾ ഫസ്റ്റ് നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും പട്ടാളക്കാർ നമ്മളെങ്ങോട്ടാണ് പിടിച്ചുകൊണ്ട് പോകുന്നതെന്ന്. പക്ഷെ നമ്മൾ പിടിച്ചുകൊണ്ട് പോകില്ല. നമ്മളെ കൂടെ അവർ വരികയാണ്, നമ്മളെ ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് റൂളാണ്. അപ്പം ലേഡീസിന് എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും ഒരു ലേഡീസ് കോൺസ്റ്റബിൾ അല്ലെങ്കിൽ 2 ലേഡീസ് കോൺസ്റ്റബിളിനെ അവർ ഡീറ്റെയിൽ ചെയ്യും. അങ്ങനെ നമ്മൾ സേഫായിട്ട് അവിടെ ചെല്ലാനും അവിടെ സേഫായിട്ട് നമ്മളെ വീട്ടിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അവർ കൂടെ വരുന്നത്. അപ്പോൾ നമ്മൾ പോകുന്നത് എങ്ങോട്ടാന്ന് പറഞ്ഞാൽ പ്രോഗ്രാമിൻ്റെ ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഭയങ്കര സംഭവമാണത്. ഇത് നമ്മൾ ബസ് വരും, ബസ്സിൽ കയറുക, ഇരിക്കുക, അവിടെ പോവുക, കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക, എന്നിട്ട് എന്താ പറയുക സമ്മാനമൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ചു വരും. അപ്പോൾ നമ്മളങ്ങനെ നേരെ ഇതാ കണ്ടോ നിങ്ങൾ, CISF യൂണിറ്റിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ കയറുകയാണ്. അപ്പം ഇവിടെ സംരക്ഷിക പരിപാടി ഉണ്ടാവും. സംരക്ഷിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾ ഇന്ത്യ CISF യൂണിറ്റിലെ വൈഫ് അസോസിയേഷൻ്റെ പേരാണ് സംരക്ഷിക. അപ്പം നമ്മൾ സത്യം പറഞ്ഞാൽ രാവിലെ ഹസ്ബൻഡ് ഡ്യൂട്ടിക്ക് പോകും, മക്കൾ സ്കൂളിലും പോകും, പിന്നെ നമ്മൾ ഫ്രീ ആണ്. കുക്കിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആണ്. അപ്പോൾ നമുക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ ഒരു ചിൽ ഔട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടവർക്ക് ചെയ്യാം, ചെയ്യാത്തവർക്ക് കാണാൻ വേണ്ടിയിട്ട് വരാം. അങ്ങനെയൊക്കെ ഇവിടെ എന്താ പറയുക പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പ്രൈസ് മേടിക്കാൻ വേണ്ടിയിട്ട് ഇതാ DIG സാറിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ പ്രൈസൊക്കെ വാങ്ങിച്ചു. ഇതാണ് ഹാള് കണ്ടോ, സ്റ്റേജ്. അവിടെയാണ് എല്ലാ പ്രോഗ്രാംസും നടക്കുക. എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും ഈ ഹാളിലാണ് നടക്കുക. അപ്പോൾ എന്തായാലും വ്യൂവേഴ്സ് ഒരു കാര്യം ചെയ്ത് വെക്കുക, സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എന്താണെന്ന് വെച്ചാൽ നമ്മളിനി പോകുന്ന യൂണിറ്റിലെ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ ഞാൻ ഈ ചാനലിലൂടെ ഷെയർ ചെയ്യും. കുറേയൊക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഒന്നും കൂടെ ഞാൻ റിമൈൻഡ് ചെയ്യാമെന്ന് മാത്രം. നമ്മുടെ കുറച്ച് എന്താ പറയുക ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യാം. കുറച്ച് പേർക്കെങ്കിലും ഇങ്ങനെ യൂണിറ്റിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ CISF BSF കുറേ പേരൊക്കെ വീഡിയോസ് ഇടുന്നുണ്ട് യൂട്യൂബ് ചാനലിൽ. അപ്പോൾ എൻ്റെ വിശേഷങ്ങൾ അല്ലെങ്കിൽ നമ്മളായിട്ട് റിലേറ്റ് ചെയ്യുന്ന കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് CISF ക്യാൻറ്റീനാണ്. ക്യാൻറ്റീനും തന്നെ കാണാൻ താല്പര്യമുള്ള കുറേ പേരുണ്ട്. നമുക്ക് ക്യാൻറ്റീൻ ഇപ്പോൾ നാട്ടിലൊക്കെ ചെല്ലുമ്പോൾ നിങ്ങൾ ക്യാൻറ്റീൻ നല്ല സാധനം വാങ്ങിക്കുന്നത്, അവിടെ എങ്ങനെയാണ്, റേറ്റ് കുറവാണോ, നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്നതിനേക്കാൾ കുറേ റേറ്റ് കുറവാണോ, നല്ല ഫ്രഷ് സാധനമാണോ, എല്ലാം അറിയാൻ എന്താ പറയുക ഒരു കാണിക്കുന്ന ആൾക്കാരുടെ ഇഷ്ടം കൊണ്ടാണ് ചോദിക്കുന്നതായിരിക്കും. സത്യമാണ്, അവിടെ റേറ്റ് കാര്യങ്ങളൊക്കെ കുറവാണ്. നമ്മൾ സാധാ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിനും റേറ്റ് കാര്യങ്ങളൊക്കെ കുറവാണ് നമുക്ക്. പക്ഷേ പുറത്തുനിന്നുള്ള ആൾക്കാരൊന്നും അങ്ങോട്ട് എൻട്രി ഇല്ല, നമുക്ക് മാത്രമേ കയറാൻ പറ്റുള്ളൂ. പിന്നെ ഇവിടുത്തെ നെയ്വേലിയിലുള്ള ചെറിയൊരു മിനി ടൗൺ ആണ് ഈ കാണുന്നത് കേട്ടോ വീഡിയോയിൽ. നമ്മൾ നേരെ പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടുന്ന് പോസ്റ്റിംഗ് ഔട്ടായി, അതായത് വേറെ സ്ഥലത്തോട്ട് ഹസ്ബൻഡിന് മാറ്റം കിട്ടിയതിനെ കൊണ്ട് നമ്മൾ ഇവിടുന്ന് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണമല്ലോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പോകുന്നത് ആദ്യൻ്റെ TC മേടിക്കാനാണ്. TCക്ക് അപ്ലൈ ചെയ്തിരുന്നു 2 ദിവസം മുന്നേ. അത് 2 ദിവസം എടുക്കുമെന്ന് പറഞ്ഞു അവർ TC കിട്ടാൻ. നമ്മൾ അപ്ലൈ ചെയ്തു. പിന്നെ അത് നേരെ നമ്മൾ പോകുന്നത് സെൻട്രൽ സ്കൂൾ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് സെൻട്രൽ സ്കൂളിൻ്റെ അതിൻ്റെ കോമ്പൗണ്ട് കഴിഞ്ഞിട്ട് നേരെ ഗേറ്റ്. അപ്പം 3 വർഷത്തോളം ആദ്യക്കുട്ടൻ ഇവിടെ പഠിച്ചു, 3ാം ക്ലാസ് വരെ പഠിച്ചു. ഇനി 4ാം ക്ലാസ് പുതിയ സ്ഥലത്താണ്. പുതിയ സ്ഥലം ഞാൻ പറയാം കേട്ടോ. അപ്പം നമ്മൾ TC ഒക്കെ വാങ്ങിച്ച് അവർ തിരിച്ച് വന്ന് നമ്മൾ പിന്നെ ഈവനിങ് നേരെ പോയത് ഇവിടെ മാർക്കറ്റ്. ഇതാണ് പച്ചക്കറി മാർക്കറ്റ്. നമ്മൾ വീക്കിലി ഇവിടെ ഈ നെയ്വേലിയിൽ വീക്കിലി 3 ദിവസം, അതായത് ഞായറും ചൊവ്വയും വ്യാഴവും, അങ്ങനെ 3 ദിവസം മാർക്കറ്റ് ഉണ്ടാവും. അത് 3 ഏരിയയിലായിരിക്കും കേട്ടോ. പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെസ്റ്റിസൈഡ്സ് ഒന്നും അടിക്കാത്ത നല്ല പച്ചക്കറി വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ മാർക്കറ്റൊക്കെ കണ്ടില്ലേ. അപ്പം ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ നമ്മുടെ മൈൻസ് ഉണ്ടല്ലോ, മൈൻസിൻ്റെ ചെറിയ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ട്. കുറേ നമുക്ക് എടുക്കാൻ പറ്റില്ല, കാരണം അവിടെ നമ്മൾ ലേഡീസിനൊന്നും അങ്ങനെ എൻട്രി ഇല്ല. എങ്കിലും നമുക്കെടുക്കാൻ പറ്റുന്ന തരത്തിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പം ചെറിയ വീഡിയോസ് എടുത്തിട്ടുണ്ട്. അത് ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. സോ വെയിറ്റ് ആൻഡ് സീ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ബൈ, സീ ഇൻ നെക്സ്റ്റ് വീഡിയോ.